നാലാമത്തെ ചാപ്റ്ററിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെക്റ്റർ എഡീഷൻ പഠിച്ചു. ഇനി നമ്മൾ ഒരു വെക്റ്ററിനെ എങ്ങനെ റിസോൾവ് ചെയ്യും, അതായത് ഒരു വെക്റ്ററിനെ എങ്ങനെ അതിന്റെ കമ്പോണൻസ് ആക്കി മാറ്റാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഈ ഒരു ആദ്യത്തെ പാർട്ട് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നും. കുറച്ചുകൂടിയൊക്കെ പഠിച്ച് ഇങ്ങനെ കഴിയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഈ ഭാഗം കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ട് തോന്നും മനസ്സിലാക്കാൻ. ഇതങ്ങനെ ചോദിക്കാറില്ല. അടുത്ത ഒരു ഭാഗമാണ് കൂടുതലായി ചോദിച്ചു കാണുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിനെ അതിന്റെ 2 or 3 കമ്പോണന്റ് ആക്കി മാറ്റുന്നതിന്, സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വെക്ടറിനെ ഒന്നിലധികം കമ്പോണൻസ് ആക്കി തിരിക്കാം. നോക്കാം. റെസൊല്യൂഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗിവൺ വെക്ടേഴ്സ്. ഒരു വെക്ടർ എ ഇങ്ങനെ തന്നിട്ടുണ്ട്, ഒരു വെക്ടർ ബി തന്നിട്ടുണ്ട്. അപ്പോ ഇത് ഒരു വെക്ടർ ആറും തന്നിട്ടുണ്ട്. ഈ വെക്ടർ ആറിനെ ഈ വെക്ടർ എയുടെ ഡയറക്ഷനിൽ നമ്മൾ വരയ്ക്കുന്നു. വെക്ടർ എയുടെ ഡയറക്ഷൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വരയ്ക്കുക. അതുപോലെ വെക്ടർ ബിയുടെ ഡയറക്ഷനും വരയ്ക്കുക. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് അതിനെ മാറ്റേണ്ട കമ്പോണൻസ് ആണ് ഈ വെക്ടർ എയും വെക്ടർ ബിയും ഒക്കെ. ഒരു വലിയ വെക്ടർ എയെ ചെറിയ വെക്ടറുകളായ വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും ഒക്കെ പേരിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് മാഗ്നിറ്റ്യൂഡ് അറിയില്ല. ഈ വെക്ടർ എയുടെ ഡയറക്ഷൻ മാത്രമാണ് നമുക്ക് അറിയുന്നത്. എയുടെയും ബിയുടെയും ഡയറക്ഷൻ മാത്രമാണ് നമുക്ക് അറിയുന്നത്. അപ്പൊ എന്തോ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത്. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു വെക്ടർ എ പ്ലസ് മ്യൂ ഇൻറ്റു വെക്ടർ ബി. അതായത് ലാംഡ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കോൺസ്റ്റന്റ് ആണ്, എന്തോ ഒരു വാല്യൂ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ. അതുപോലെ മ്യൂ എന്ന് പറയുന്നതും വെക്ടർ ബിയുമായി ചേർന്ന് നിൽക്കുന്ന മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാവും കേട്ടോ. ഇപ്പൊ ഇതിങ്ങനെ കേൾക്കാനേ നിവർത്തിയുള്ളൂ. ഇനി എങ്ങനെയാണ് നമ്മൾ അതിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളത്. ഒരു വെക്ടർ ആറിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി കണ്ടോ, എ ആൻഡ് ബി ഗിവൺ വെക്ടേഴ്സ് എ ആൻഡ് ബിന്റെ ഇതിൽ റിസോൾവ് ചെയ്യാൻ വേണ്ടി, അവരുടെ ടേംസിലേക്ക് റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എക്ക് പാരലൽ ആയിട്ട് ഒരു വെക്ടർ വരയ്ക്കും. വെക്ടർ ആർ നമ്മുടെ കയ്യിലുള്ള വെക്ടറിന്റെ ടിപ്പിൽ നിന്ന് എക്ക് പാരലൽ ആയിട്ട് ഒരു വെക്ടർ വരയ്ക്കും. അതുപോലെ ബിക്ക് പാരലൽ ആയിട്ട് അടുത്ത വെക്ടറും വരയ്ക്കും. പിന്നെ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം. ഇവിടെ കണ്ടോ, ടിപ്പ് ഹെഡ്, അടുത്ത വെക്ടറിന്റെ ടിപ്പ് ഹെഡ്. ഇതാണല്ലോ റിസൾട്ടന്റ് വെക്ടർ. പക്ഷെ നമുക്ക് ഇപ്പോൾ ഉള്ളത് നേരത്തെ നേരെ റിവേഴ്സ് പ്രോസസ് നമ്മൾ നടത്തുന്നത്. റിസൾട്ടന്റ് വെക്ടർ ഉണ്ട്, കമ്പോണന്റ് വെക്ടേഴ്സിലേക്ക് മാറ്റണം. അതാണ് നമ്മൾ നടക്കുന്നത്. ബൈ ട്രയാങ്കിൾ ലോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർ ഇസ് ഈക്വൽ ടു ലാംഡ എ പ്ലസ് മ്യൂ ബി, വേർ ലാംഡ ആൻഡ് മ്യൂ ആർ റിയൽ നമ്പേഴ്സ്. ഈ ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര ക്ലിയർ ആവില്ല. ഇതൊന്നും ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ട്രയാങ്കിൾ ലോ ഉപയോഗിച്ച് റെസൊല്യൂഷൻ ചെയ്യാൻ പറഞ്ഞാൽ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ലാംഡ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ എ പ്ലസ് മ്യൂ ഇൻറ്റു വെക്ടർ ബി ആണെന്നും ലാംഡയും മ്യൂവും ഒക്കെ റിയൽ നമ്പേഴ്സ് ആണെന്നും മാത്രം ഓർത്ത് വെച്ചോളൂ. ഇത് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു വെക്ടറിനെ കാർട്ടീഷ്യൻ ആക്സിസിൽ അല്ലെങ്കിൽ റെക്ടാങ്കുലർ റെസൊല്യൂഷൻ നടത്തുക. അതായത് നമുക്ക് പരിചയമുള്ള ആക്സിസുകളാണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് കണ്ട 90 ഡിഗ്രി. നമ്മൾ വളരെ കോമൺ ആയി ഗ്രാഫൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആക്സിസ്. അത്തരം ഒരു ആക്സിസിൽ ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് വെക്ടർ എ ആണ്. ആ വെക്ടർ എനെ നമ്മൾ എക്സിന്റെ ആക്സിസിലൂടെയുള്ള കമ്പോണന്റ് ആയും വൈയുടെ ആക്സിസിലൂടെയുള്ള കമ്പോണന്റ് ആയും തിരിക്കാൻ പോവുകയാണ്. അതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ ഇവിടെ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നാ പറയാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസിനെ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നാ പറയാം. അതുകൊണ്ടാണ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ഇൻ കാർട്ടീഷ്യൻ ആക്സിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ റെക്ടാങ്കുലർ റെസൊല്യൂഷൻ എന്നാണ് പറയുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ചിത്രം ഒന്ന് പഠിച്ചു വെക്കണം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒറിജിനിൽ നിന്ന് ഒരു വെക്ടർ എ ഉണ്ട്. ഇനി വെക്ടർ എ എന്ത് ചെയ്യാം? താഴേക്ക് റിസോൾവ് ചെയ്യുക. താഴേക്ക് ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ എക്സ് ആക്സിസിലൂടെയുള്ള യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പ് ആണെന്ന് നമുക്കറിയാം. വൈ ആക്സിസിലൂടെയുള്ള യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പ് ആണെന്ന് നമുക്കറിയാം. ഈ വെക്ടർ എയുടെ എക്സ് ആക്സിസിലൂടെ ഉള്ള കമ്പോണന്റ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എ എക്സ് എന്ന് എഴുതിയിട്ടുള്ളത്. വൈ ആക്സിസിലുള്ള കമ്പോണന്റ് എ വൈ എന്ന് കാണിക്കാൻ. കണ്ടോ, ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്. അത് ഓർമ്മ വേണം കേട്ടോ. വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്, എക്സ് ആക്സിസിലൂടെയുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് എ എക്സ്. അതിന്റെ ഡയറക്ഷൻ കാണിക്കാനാണ് യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പ്. വൈ ആക്സിസിലൂടെയുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് എ വൈ, അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ ജെ ക്യാപ്പ്. അപ്പൊ നോക്കാം.
വെക്റ്റർ എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ട്രയാങ്കിൾ ഉപയോഗിച്ച പോലെ തന്നെ ഇതാക്കുകയാണെങ്കിൽ എന്താണ് എ എക്സ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ലാംഡ എന്ന് എഴുതിയ സാധനമാണിത്. പിന്നെ വെക്റ്റർ എ എന്ന് എഴുതിയെടുത്ത് ഇവിടെ എന്താണ് യൂണിറ്റ് വെക്റ്റർ ആണ് അല്ലെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയതുകൊണ്ടാണ് അത് എന്തായിട്ട് മാറിയത്, യൂണിറ്റ് വെക്റ്റർ ഐ ക്യാപ് ആയി, പ്ലസ് എ വൈ ഇൻറ്റു ജെ ക്യാപ്. ഇനി ഒരു ആക്സസും കൂടി 3 ഡയമെൻഷനും കൂടി ഉണ്ടായിരുന്നെങ്കിലോ, പ്ലസ് എ സെഡ് ഇൻറ്റു കെ ക്യാപ് എന്ന് ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഏതായാലും 2 ഡയമെൻഷനേ ഉള്ളൂ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 കോർഡിനേറ്റ്സ് തന്നെ ഉള്ളൂ. അപ്പോൾ വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. ഇനി തീറ്റ ആണ് എന്ന് വിചാരിക്കൂ, എക്സ് ആക്സിസുമായി ഈ വെക്ടർ എ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കൂ. അങ്ങനെ ലെറ്റ് തീറ്റ ബി ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് വെക്ടർ എ ആൻഡ് എക്സ് ആക്സിസ്. ദെൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, വെക്ടർ എ, എക്സ് ആക്സിസിലുള്ള കമ്പോണന്റ് എ എക്സ്, അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ ഐ ക്യാപ്പ്, വൈ ആക്സിസിലുള്ള കമ്പോണന്റ് എ വൈ, അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ ജെ ക്യാപ്പ്. ഇത്രയും കാര്യങ്ങൾ അറിയണം. ഓൾസോ തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് എക്സ് ആക്സിസ്. ഇത്രയും കാര്യങ്ങൾ അറിയണം. ബാക്കിയൊക്കെ നമ്മൾ ചിത്രത്തിൽ നോക്കി എഴുതും. എന്താണ് കോസ് തീറ്റ കാണുക, സൈൻ തീറ്റ കാണുക, ഇതാണ് 2 പ്രോസസ്സ്. കോസ് തീറ്റ എന്താണ്, കോസ് തീറ്റ പറഞ്ഞാൽ എഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെയാണ് 90 ഡിഗ്രി. അപ്പൊ ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ എന്താണ് നമ്മൾ എഡ്ജസെന്റ് സൈഡ്, എ എക്സ് ആണ് നമ്മുടെ അഡ്ജസന്റ് സൈഡ്, മാഗ്നിറ്റ്യൂഡ് കേട്ടോ. അപ്പൊ എ എക്സ് ബൈ എ കണ്ടോ, അതൊന്നും വെക്ടർ അല്ല. ഇവിടെ ഐ ക്യാപ്പ് ഒന്നും കൂടി നമ്മൾ എഴുതാത്ത എന്താ വെച്ചാൽ വെക്ടറിനെ അല്ല, നമ്മൾ മാഗ്നിറ്റ്യൂഡിനാണ് എടുക്കുന്നത് കണ്ടോ. വെക്ടർ എയുടെയും മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ എക്സ് ബൈ എ, അതിൽ നിന്ന് എ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ. പിന്നെ സൈൻ തീറ്റ കാണാം. എങ്ങനെ സൈൻ തീറ്റ കാണാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എ വൈ ബൈ എ. സോ എ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അപ്പൊ നോക്കൂ, എ കോസ് തീറ്റയും എ സൈൻ തീറ്റയുമാണ് വെക്ടർ എയുടെ റിസോൾവ്ഡ് കമ്പോണൻസ് ഇൻ ദി എക്സ് ആൻഡ് വൈ പ്ലെയിൻ. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒന്നുകൂടി കിട്ടും. എന്താണ്, ചിത്രം നോക്കിക്കോളൂ. ടാൻ തീറ്റ, എന്താ ടാൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്, എന്താ ഓപ്പോസിറ്റ് സൈഡ് ഇതാ ഈ ഡോട്ടഡ്, അതായത് ഇതിന് ഈക്വൽ ആണ് അല്ലെ, എ വൈ ബൈ എ എക്സ്, എ വൈ ബൈ എ എക്സ്. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എങ്ങനെയാ കാണാ, പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ്. ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ് കണ്ടോ. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് മാത്രമേ, എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ, എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. ഇതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് കേട്ടോ. ഈ 2 ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തുന്ന റിസൾട്ട് ഇതാണ് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 3 ആക്സസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞില്ലേ കണ്ടോ. വെക്ടർ എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ, എക്സ് ആക്സിസിലുള്ള കമ്പോണന്റിന്റെ കമ്പോണന്റ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്, പിന്നെ എക്സ് ആക്സിസിലുള്ള ഡയറക്ഷൻ, പ്ലസ് വൈ ആക്സിസിലെ മാഗ്നിറ്റ്യൂഡ്, വൈ ആക്സിസിലെ ഡയറക്ഷൻ, പ്ലസ് സെഡ് ആക്സിസിലെ മാഗ്നിറ്റ്യൂഡ്, സെഡ് ആക്സിസിലെ ഡയറക്ഷൻ. നമ്മൾ എന്താ ചെയ്തത്, വെക്ടർ എയെ നമ്മൾ 3 കമ്പോണന്റ് ആയി മുറിച്ചു. ഏതൊക്കെയാ 3 കമ്പോണന്റ്, എക്സ് ആക്സിസിലൂടെ ഉള്ള ഒരു കമ്പോണന്റ്, വൈ ആക്സിസിലൂടെ ഉള്ള ഒരു കമ്പോണന്റ്, സെഡ് ആക്സിസിലൂടെ ഉള്ള ഒരു കമ്പോണന്റ്. ഇങ്ങനെ ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ സ്ക്വയർ റൂട്ട് എടുക്കുക, എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. ഇത് ഇങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു ഇക്വേഷൻ അല്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കേട്ടോ. എ ഇസ് തൽക്കാലം ഇപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെച്ചോളൂ. മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ കാണുക, എ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. ഇനി നേരത്തെ ചിത്രം നമ്മൾ എല്ലാ ക്വാഡ്രന്റിലും വരച്ചു നോക്കാം. നോക്കൂ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, എക്സ് ആക്സിസ് വൈ ആക്സിസ് രണ്ടും പോസിറ്റീവ് ആണ് അല്ലെ. അതിലുള്ള ചിത്രം, ഈ ചിത്രം ഓർക്കണം. കാരണം എന്താ വെച്ചാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ ചിത്രത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വേണ്ടി വരും. അതാണ്. അപ്പൊ ഇവിടെയാണ് ആംഗിൾ, എക്സ് ആക്സിസുമായിട്ടാണ് ആംഗിൾ തീറ്റ ഉണ്ടാക്കുന്നത്. പോസിറ്റീവ് ക്വാഡ്രന്റിലാകുമ്പോൾ എക്സ് ആക്സിസുമായിട്ട് ആംഗിൾ തീറ്റ ഉണ്ടാക്കും. അപ്പൊ എക്സ് ആക്സിസിലൂടെയുള്ള കമ്പോണന്റ് പി കോസ് തീറ്റ, വൈ ആക്സിസിലൂടെയുള്ള കമ്പോണന്റ് പി സൈൻ തീറ്റ. അവിടെ വെക്ടർ പി ആണ്, അതുകൊണ്ടാണ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ്, അതായത് എക്സ് നെഗറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്. നമുക്കറിയാലോ ഒരു ഗ്രാഫിന്റെ 4 ക്വാഡ്രന്റ്സ്, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് ആക്സിസ് നെഗറ്റീവ് ആണ്, വൈ ആക്സിസ് പോസിറ്റീവ് ആണ്. വെക്ടർ ക്യൂ ആണെന്ന് വിചാരിച്ചോളൂ. നേരത്തെ പോലെ തന്നെയാണ്, പക്ഷെ പോസിറ്റീവ് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്നതിന് പകരം ആംഗിള് നെഗറ്റീവ് എക്സ് ആക്സിസുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആൽഫയാണ് ആംഗിൾ എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസിലൂടെയുള്ളത് ക്യൂ ഓഫ് കോസ് ആൽഫ, വൈ ആക്സിസിലൂടെ ഉള്ളത് ക്യൂ സൈൻ ആൽഫ.
ഇനി ശ്രദ്ധിക്കണം, തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ രണ്ടുപേരും നെഗറ്റീവ് ആണ്. എക്സ് ആക്സിസും നെഗറ്റീവ് ആണ്, വൈ ആക്സിസും നെഗറ്റീവ് ആണ്. അപ്പോ വൈ ആ വെക്ടർ വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? തീറ്റ. അത് മാത്രമേ അറിയാനുള്ളൂ. തീറ്റയുടെ പൊസിഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അത് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ സൈൻ തീറ്റ ആണെന്നും അഡ്ജസന്റ് സൈഡിൽ കോസ് തീറ്റ ആണെന്നും നമുക്ക് അറിയാം. നോക്കൂ, ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താണ്? എക്സ് ആക്സിസ് പോസിറ്റീവ് ആണ്, വൈ ആക്സിസ് നെഗറ്റീവ് ആണ്. അപ്പോഴും വൈയുമായിട്ട് ചേർന്നിട്ടാണ് എന്തുള്ളത്? ആംഗിൾ തീറ്റ ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ളത് സൈൻ തീറ്റ കമ്പോണന്റ് ആണ്, എക്സ് ആക്സിസിലൂടെ ഉണ്ടാവുക. കണ്ടോ, അപ്പൊ ഇവിടെ നേരെ തിരിയുണ്ട്. കോസ് തീറ്റ കമ്പോണന്റ് ആണ് എന്തിലൂടെ ഉണ്ടാവുക? വൈ ആക്സിസിലൂടെ ഉണ്ടാവുക. ആ ചിത്രം, ഈ 4 ചിത്രം ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, പ്രോബ്ലത്തിന്റെ കണ്ടീഷൻ അനുസരിച്ച്. ഇനിയുള്ളതൊക്കെ മാത്സ് ആണ്, നമുക്ക് സുഖമായിട്ട് മനസ്സിലാക്കി പോവാം. നോക്കൂ, വെക്ടർ എഡീഷൻ എങ്ങനെയാണ് ചെയ്യുക? രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. വെക്ടർ എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. വെക്ടർ ബി ഇസ് ഈക്വൽ, അതായത് എക്സ് കമ്പോണന്റ് എക്സിന്റെ ഡയറക്ഷൻ, വൈ കമ്പോണന്റ് വൈയുടെ ഡയറക്ഷൻ, എക്സ് കമ്പോണന്റ് എക്സിന്റെ ഡയറക്ഷൻ, വൈ കമ്പോണന്റ് വൈയുടെ ഡയറക്ഷൻ. അത്രേ ഉള്ളൂ. അപ്പോ വെക്ടർ റിസൾട്ടന്റ് വെക്ടർ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു, എന്നിട്ട് എന്ത് ചെയ്യുക? എയുടെ സ്ഥലത്ത് എ എക്സ് ഐ പ്ലസ് എ ബൈ ജെ. യൂണിറ്റ് ക്യാപ്പ് ഉണ്ട് കേട്ടോ, ജെ ക്യാപ്പ് ഉണ്ട്. ഞാനതിങ്ങനെ വായിക്കുമ്പോൾ വിട്ടുപോകുന്നതാണ്. എഴുതുമ്പോൾ നിങ്ങൾ വെക്ടർ ആർ എന്നും ജെ ക്യാപ്പ് എന്നും എഴുതണം. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് ബി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ബി വൈ ജെ ക്യാപ്പ്. ഇനി എന്ത് ചെയ്യും? ഐ കമ്പോണൻസിനെ, ഐ ക്യാപ്പ് ഉള്ള കമ്പോണൻസിനെ ഒരുമിച്ച് എഴുതുക, ജെ ക്യാപ്പിന്റെ കൂടെയുള്ള കമ്പോണൻസിനെ ഒരുമിച്ച് എഴുതുക. സോ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് എ വൈ പ്ലസ് ബി വൈ ഇൻറ്റു ജെ ക്യാപ്പ്. ഇനി എന്താണ് ഈ എ എക്സ് പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞാല്? ഇത്രയും ചെയ്താൽ മതി, പ്രോബ്ലത്തിൽ അത്രയും ചെയ്യാനുണ്ടാവുള്ളൂ. നമ്മൾ ജനറൽ റിലേഷൻ എഴുതുമ്പോൾ എ എക്സ് പ്ലസ് ബി എക്സ് എന്നുള്ളതിനാണ് നമ്മൾ ആർ എക്സ് എന്ന് പറയുക. അതായത് ഒരു വെക്ടറിന്റെ എക്സ് ആക്സിസിലൂടെയുള്ള കമ്പോണന്റ് അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ആർ എക്സ്. വൈ ആക്സിസിലൂടെയുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്? ആർ വൈ. സോ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ആർ എക്സ് ഐ പ്ലസ് ആർ വൈ ജെ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ്, ആർ വൈ ഇസ് ഈക്വൽ ടു എ വൈ ബൈ പ്ലസ് ബി വൈ. നോക്കൂ, അപ്പൊ ആ ഐ ഒക്കെ പോകും. കാരണം എന്താണ്? ആർ എക്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, എ എക്സ് പ്ലസ് ബി എക്സ് ആണ് മാഗ്നിറ്റ്യൂഡ്. ഐ ക്യാപ്പ് അവിടെ തന്നെ ഉണ്ട്, ഡയറക്ഷൻ കാണിക്കുന്ന ആൾക്കാർ. ആർ വൈ എന്ന് പറയുന്നത് എ വൈ പ്ലസ് ബി വൈ ആണ്. കണ്ടോ? അപ്പൊ എന്താണ് പറയുന്നത്? എക്സ് കമ്പോണന്റ് ഓഫ് എ റിസൾട്ടന്റ് വെക്ടർ ഈസ് ദ സം ഓഫ് എക്സ് കമ്പോണന്റ് ഓഫ് എ ആൻഡ് ബി and y component of resultant vector is the sum of y component of a and b. ഈ പറഞ്ഞ സെന്റൻസ് ആണ്. ഇത് ഞാൻ നീട്ടി വെച്ച് എഴുതാനൊന്നും കഴിയില്ലെങ്കിൽ ഇത് എഴുതിയാൽ മതി. ആർ എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ്. എക്സ് കമ്പോണന്റിന്റെ എയുടെ എക്സ് കമ്പോണന്റിന്റെയും ബിയുടെ എക്സ് കമ്പോണന്റിന്റെയും സമ്മ്. ആർ വൈ ഇസ് ഈക്വൽ ടു എയുടെ എക്സ് കമ്പോണന്റിന്റെയും എയുടെ വൈ കമ്പോണന്റിന്റെയും ബിയുടെ വൈ കമ്പോണന്റിന്റെയും സമ്മ്. അതാണ് എഴുതിയിട്ടുള്ള സെന്റൻസ്. ഇനി 3 വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കും, 3 ഡയമെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ വെക്ടർ എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. ഇത് കണ്ടോ, അവിടെ ബോൾഡ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ചില നിങ്ങളുടെ NCERT ടെക്സ്റ്റിലൊക്കെ ചിലപ്പോൾ ബോൾഡ് ആക്കിയിട്ട് എഴുതും. അതായത് വെക്ടർ എ എന്ന് മുകളിൽ ഒരു ആരോ മാർക്ക് ഉണ്ടതിന് പകരം ക്യാപിറ്റലിൽ ബോൾഡ് ആയിട്ട് എഴുതിയ വെക്ടർ എ എന്നാ വായിക്കുക. വെക്ടർ എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് ബി വൈ എ വൈ ജെ പ്ലസ് എ സെറ്റ് കെ. ബി ഇസ് ഈക്വൽ ടു ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെറ്റ് കെ. സി ഇസ് ഈക്വൽ ടു സി എക്സ് ഐ പ്ലസ് സി വൈ ജെ പ്ലസ് സി സെറ്റ് കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെക്ടർ ടി കണ്ടുപിടിക്കാം. എന്താണ് വെക്ടർ ടി? എ പ്ലസ് ബി മൈനസ് സി ആണ്. വെക്ടർ എ പ്ലസ് വെക്ടർ ബി മൈനസ് സി. അങ്ങനെയാണെങ്കിൽ അതിന്റെ കമ്പോണൻസ് കണ്ടുപിടിക്കൽ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ഓരോന്നും വെവ്വേറെ ചെയ്താൽ മതി. ടി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണന്റ് ആണ്. എന്തൊക്കെയാണ്? എ എക്സ് പ്ലസ് ബി എക്സ് മൈനസ് സി എക്സ്. കണ്ടോ, എല്ലാത്തിന്റെ എക്സ് കമ്പോണന്റുകൾ മാത്രം ക്രിയ ചെയ്യാം. ടി വൈ കാണാൻ വൈ കമ്പോണന്റുകൾ മാത്രം, ടി സെറ്റ് കാണാൻ സെറ്റ് കമ്പോണന്റുകൾ മാത്രം. തന്നിട്ടുള്ള ഇക്വേഷനെ 3 ആക്കി നമ്മൾ മുറിച്ചു. എക്സ് കമ്പോണന്റ് വേറെ, വൈ കമ്പോണന്റ് വേറെ, സെറ്റ് കമ്പോണന്റ് വേറെ. ടോട്ടൽ വെക്ടർ ടി എന്ന് പറയുന്നത് എന്താണ്? ടി എക്സ് ഐ പ്ലസ് ടി വൈ ജെ പ്ലസ് ടി സെറ്റ് കെ ആണ്. ഒരു പ്രോബ്ലം ചെയ്തോക്കാം. ഗിവൻ 2 ഡിസ്പ്ലേസ്മെന്റ്, 2 ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഡി ഇസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു 6i പ്ലസ് 3j മൈനസ് കെ. എം എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ടുള്ള യൂണിറ്റ് ആണ് അതെ. ആൻഡ് വെക്ടർ ഇ ഇസ് ഈക്വൽ ടു 4i മൈനസ് 5j പ്ലസ് 8k.
Find the magnitude of the displacement F is equal to 2D minus E. Vector D എന്താണ് 6i plus 3j minus k. നമ്മൾ തന്നെ എടുത്ത് എഴുതാം. വെക്ടർ E is equal to 4i minus 5j plus 8k. ഇതൊക്കെ യൂണിറ്റ് ആണ്, മീറ്റർ. ഞാൻ എം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ F is equal to 2D minus E ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എഴുതി. വെക്ടർ F is equal to 2 into വെക്ടർ D minus വെക്ടർ E. ഇനി എന്ത് ചെയ്യാം? 2 വെക്ടർ D എന്ന് എഴുതിയെടുത്ത് ഇത് എഴുതാം. 6i plus 3j minus k m മീറ്റർ ആണ് മൈനസ് 4i minus 5j plus 8k m. ഇനി എന്ത് ചെയ്യാം? ഓരോ കമ്പോണൻസിനെയും ഒരുമിച്ച് എഴുതി. കണ്ടോ, രണ്ടെണ്ണത്തിന്റെ ഈ മീറ്റർ എം രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ, അത് ആദ്യം ഒരുമിച്ച് എഴുതി. 12i 6iയും 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 12i plus 6j മൈനസ് 2k മൈനസ് ഈ 2 ഇതിന് മാത്രമാണ്, 2d ഇതിന് മാത്രമാണ്, ഈ കില്ല കേട്ടോ 2, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. മൈനസ് 4i ഈ മൈനസും ഈ മൈനസും ചേർന്ന് പ്ലസ് i പ്ലസ് 5j മൈനസ് 8k m. ഇനി അതിനെ മാത്തമാറ്റിക്കൽ ചെയ്യാം. ഐയും ഐയും ഉള്ളത് കൂട്ടാം. ഏതൊക്കെയാണ്? 12i മൈനസ് 4i എത്ര കിട്ടുക? 8i. 6j പ്ലസ് 5j എത്ര കിട്ടുക? 11j മൈനസ് 2k മൈനസ് 8k എത്ര കിട്ടുക? മൈനസ് 10k. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ വാല്യൂ. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ എന്ത് ചെയ്യുന്നതാ? ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നാ പറഞ്ഞത്. മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ട് ഓഫ് i എഫ് എക്സ് കമ്പോണന്റ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് എഫ് സെഡ് സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അപ്പോ സ്ക്വയർ റൂട്ട് ഓഫ്, പിന്നെ അയ്യും ചെയ്യൊന്നും എടുക്കണ്ട, 8 സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 11 സ്ക്വയർ പ്ലസ് മൈനസ് 10ന്റെ സ്ക്വയർ, അത് മറന്നു വരുത്, മൈനസ് 10. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 64 പ്ലസ് 121 പ്ലസ് സ്ക്വയർ ആവുമ്പോൾ പ്ലസ് ആവുന്നത് പ്ലസ് 100 285. റൂട്ട് ഓഫ് 285 അതിന്റെ റൂട്ട് കണ്ടാൽ 16.8 മീറ്റർ എന്നാണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷന്റെ ഡെറിവേഷൻ ആണ് ആക്ച്വലി ഇത്. അപ്പോൾ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷന്റെ സ്റ്റേറ്റ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്, ഡെറിവേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൂവ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്നൊക്കെയാണ് ചോദിക്കാറ്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റും ഇതും ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, ഇങ്ങനെയാണ് ചിത്രം. ഇവര് വേറെ തന്നെ ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ് എ ആൻഡ് ബി ഇൻ ടേംസ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം. നോക്കാം, രണ്ട് വെക്ടർ, വെക്ടർ എയും വെക്ടർ ബിയും, അവർക്കിടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ തീറ്റ. അപ്പൊ രണ്ടിന്റെയും ടിപ്പാണ് തട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് റിസൾട്ടന്റ് കാണാൻ പോവാണ്. എന്ത് ചെയ്യും? ഹെഡിൽ നിന്ന് ബിക്ക് പാരലൽ ആയിട്ട് വെക്ടർ ഇവിടെ വരയ്ക്കും. അതുപോലെ എക്ക് പാരലൽ ആയിട്ട് വെക്ടർ മുകളിലും വരയ്ക്കും. ഡയറക്ഷൻ ഒന്നും മാറ്റരുത്. ആൻഡ് വി വിൽ കംപ്ലീറ്റ് ദ പാരലലോഗ്രാം ആൻഡ് ദ റിസൾട്ടന്റ് വിൽ ഗിവ് ദി സം. അപ്പൊ നമ്മൾ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യും? നമ്മൾ പാരലലോഗ്രാമിന്റെ ടിപ്പ് എൻഡിൽ നിന്ന് അല്ലെങ്കിൽ കോർണറിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴേക്ക് വരയ്ക്കാം. എന്നിട്ട് ആ പെർപെൻഡിക്കുലർ എൻ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഈ ആദ്യത്തെ വെക്ടറിനെ ഡോട്ടഡ് ലൈൻ കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യും. എൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് തൊടും. ഇത്രയും ചെയ്യണം, ഇത്രയും ചിത്രത്തിൽ വരയ്ക്കണം. ബാക്കി എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ എളുപ്പമാണ്. പൈത്തഗോറസ് തിയറം, കോസ് തീറ്റയും സൈൻ തീറ്റയും ഒക്കെ തന്നെയാണ്. നോക്കാം. ആദ്യം ട്രയാങ്കിൾ ഒ എസ് എൻ എടുക്കാം. പാരലലോഗ്രാം വരയ്ക്കാം, പക്ഷെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ട്രയാങ്കിൾ ആദ്യം എടുക്കുക. ഏതാണ്? ഒ എസ് എൻ എടുക്കുക. അതിൽ നിന്ന് അതൊരു പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ റിസൾട്ടന്റ് ഒ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ എന്ന് കിട്ടും. ഈ എന്താണ് ഈ ഒ എസ് എന്ന് പറഞ്ഞാല്? വെക്ടർ ആർ ആണ്. അപ്പൊ നമ്മൾ കമ്പോണൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ആർ സ്ക്വയർ, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ചിത്രത്തിലൊക്കെ വരച്ചോളൂ, പക്ഷെ എഴുതുമ്പോൾ നിങ്ങളിപ്പോ തൽക്കാലം മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിട്ട് ഡെറിവേഷൻ ചെയ്യാം. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എൻ എന്നുള്ളതിന് എങ്ങനെ എഴുതാം? ഒ പി പ്ലസ് പി എൻ എന്ന് എഴുതാം. ഒ പി പ്ലസ് പി എൻ ഹോൾ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ. അതിന് ഇക്വേഷൻ 1 എന്ന് എഴുതാം. കണ്ടല്ലോ, വലിയ ട്രയാങ്കിൾ എടുക്കുക, പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുക. അത്രേ. ഇനി ട്രയാങ്കിൾ പി എൻ എസ് എടുക്കാം. ഇതിലെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച ആ ചെറിയ ട്രയാങ്കിൾ എടുക്കാം. പി എൻ എസ് എടുക്കാം. നോക്കൂ,
ഇത് എക്സ് ആക്സിസ് ആയി നമ്മൾ സങ്കല്പിച്ചാൽ ഈ ആംഗിൾ വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ഡയറക്ഷൻ ആണ് തീറ്റ. അപ്പൊ ഇവിടെയും നോക്കൂ, ഈ വെക്ടർ എ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഇത്, വെക്ടർ ബി ആണിത്. അപ്പോൾ ഡയറക്ഷന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും ഇത്? തീറ്റ ആയിരിക്കും. പിന്നെ ഈ ട്രയാംഗിൾ, ഈ സ്മോൾ ട്രയാംഗിളിൽ നമ്മൾ കോസ് തീറ്റയും സൈൻ തീറ്റയും കാണും. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു പി എൻ ബൈ എസ് പി എസ്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു പി എൻ ബൈ പി എസ്. എങ്ങനെയാ കോസ് തീറ്റ കാണാം? അഡ്ജസന്റ് സൈഡ് പി എൻ ബൈ പി എസ്. പി എസ് ആണ് വെക്ടർ ബി ആണ്, കണ്ടോ? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു പി എൻ ബൈ ബി. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിട്ട് എഴുതിക്കോളൂ. പി എൻ ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ. ഇനി സൈൻ തീറ്റ കാണാം. അപ്പൊ സൈൻ തീറ്റ പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എസ് എൻ ബൈ പി എസ്. അപ്പൊ എസ് എൻ ബൈ ബി. അപ്പോ എസ് എൻ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് പി എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ. ഒ പി എന്നുള്ളതിന് എന്താ എഴുതുക? വെക്ടർ എ ആണ്, മാഗ്നിറ്റ്യൂഡ് എഴുതുക എ പ്ലസ് പി എൻ അവിടെ കണ്ടുവെച്ചിട്ടുണ്ട് കണ്ടോ? ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ, കാരണം ഇവിടെയാണ് ഹോൾ സ്ക്വയർ ആണ്, പ്ലസ് എസ് എൻ എന്താണ് കണ്ടുവെച്ചത്? ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അത് ഐഡന്റിറ്റി ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് രണ്ടാമത്തെ ടേം ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോ ഇത് രണ്ടും കണ്ടോ? ബി സ്ക്വയർ പുറത്തേക്ക് എടുത്തു, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. മറ്റേ രണ്ടുപേരും അങ്ങനെ തന്നെ എഴുതി. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ. സോ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. വരച്ചും എഴുതിയും തന്നെ നിർബന്ധമായും പഠിക്കണം. ഇനി എങ്ങനെയാ മാഗ്നിറ്റ്യൂഡ് കിട്ടുക? അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് സ്ക്വയർ എടുക്കുക. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? ആർ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഈ റിലേഷന് നമ്മളൊരു പേര് പറയും, ലോ ഓഫ് കൊസൈൻസ് എന്നാണ് പറയാ. പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡീഷന്റെ ഡെറിവേഷൻ ആണിത്. ഇനി എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ കിട്ടുക? മാഗ്നിറ്റ്യൂഡ് അല്ലേ കിട്ടിയിട്ടുള്ളൂ, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡേ കിട്ടിയുള്ളൂ, ഡയറക്ഷൻ കിട്ടണം. അപ്പൊ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എക്സ് ആക്സിസുമായി ആ റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാക്കുന്ന ഒരു ആംഗിളിനെ അടയാളപ്പെടുത്തണം, അല്ലെങ്കിൽ വെക്ടർ എയുമായി റിസൾട്ടന്റ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ആംഗിളൊക്കെ നമുക്ക് കൃത്യമായി എടുക്കാൻ അറിയണം. അതായത് ഒരു വെക്ടറിൽ നിന്നും റിസൾട്ടന്റിലേക്കുള്ള ആംഗിൾ, അതാണ് വെക്ടർ എ, അതാണ് ആംഗിൾ ആൽഫ. ആ ഡയറക്ഷനാണ് നമ്മൾ, അതായത് ഈ വെക്ടർ എയിൽ നിന്നും റിസൾട്ടന്റ് വെക്ടർ എത്രമാത്രം ചെരിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടർ ആൽഫ. ആൽഫ ബി ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടന്റ് വെക്ടർ ആൻഡ് വെക്ടർ എ. അതിൽ നിന്ന് ടാൻ ആൽഫ വലിയ ട്രയാംഗിൾ ഉപയോഗിച്ച്, വലിയ ട്രയാംഗിൾ കാണില്ലേ ഒ എസ് എൻ, അത് ഉപയോഗിച്ച് ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എസ് എൻ ബൈ അഡ്ജസന്റ് സൈഡ് ഒ എൻ. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു എസ് എൻ ബൈ ഒ പി പ്ലസ് പി എൻ. അപ്പൊ എസ് എൻ ഇസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ബി സൈൻ തീറ്റ, പി എൻ ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ. സോ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഒ പി എന്ന് പറഞ്ഞാൽ എ ആണ്, വെക്ടർ എ, മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബി കോസ് തീറ്റ. ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആട്ടോ. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ടാൻ ആൽഫ ഡയറക്ഷൻ, ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Given two vectors, vector A is equal to minus 2y plus 3j plus 4k and B is equal to 3i plus j minus k. Find the magnitude of each vector. അതൊക്കെ എളുപ്പമാണ്. സ്ക്വയർ റൂട്ട് എടുക്കുക, അതിൻ്റെയൊക്കെ സ്ക്വയർ റൂട്ട് എടുക്കുക. എന്താണ്? A is equal to magnitude of vector A is equal to ax plus axi plus ayj plus azk ആണെങ്കിൽ magnitude of vector A അല്ലെങ്കിൽ A is equal to square root of ax square plus ay square plus az square ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ചെയ്താൽ റൂട്ട് 29 കിട്ടും. ബി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ബി ഇസ് ഈക്വൽ ടു റൂട്ട് 5 എന്ന് കിട്ടും.
അടുത്ത എന്താണ്? Write an expression for the vector difference a minus b. Vector a minus vector b. a minus b ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ രണ്ട് ഇത് നേരെ നീട്ടി വെച്ചങ്ങോട്ട് എഴുതാം. -2y + 3j + 4k മൈനസ് 3i + j - k. മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, i കമ്പോണൻസുകളെ ഒരുമിച്ച് മൈനസ് ചെയ്യുക, j കമ്പോണൻസുകളെ ഒരുമിച്ച് ചെയ്യുക, k കമ്പോണന്റുകൾ അങ്ങനെ മാത്രമേ ചെയ്യാവൂ കേട്ടോ. മിക്സ് ചെയ്യാൻ കഴിയില്ല കമ്പോണൻസ്. കാരണം എന്താണ്? ഓരോ കമ്പോണന്റ് ഓരോ ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് i കമ്പോണന്റ് മാത്രമാണ് x ഡയറക്ഷനിലുള്ളത്, j കമ്പോണന്റ് മാത്രമാണ് y ഡയറക്ഷൻ. അപ്പം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ -2y - 3i എത്ര കിട്ടാം? -5i പ്ലസ് 3j - j എത്ര കിട്ടാം? +2j. 4 + 4k -k. പ്ലസ് k ആവും, +5k. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുവെക്കാൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യന് ആവശ്യം വരും. √−5² + 2² + 5², √54 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് b - a മാഗ്നിറ്റ്യൂഡ് കാണാം. b - a കാണുക, അതിന്റെ മാഗ്നിറ്റ്യൂഡും കാണാം. നോക്കാം. b - a കാണുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം വെക്ടർ b എഴുതണം. 3i + j - k മൈനസ് വെക്ടർ a എഴുതണം. -2i + 3j + 4k. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ i കമ്പോണൻസ് വേറെ, j കമ്പോണൻസ് വേറെ, k കമ്പോണൻസ് വേറെ. 3i - പ്ലസ് ആയി, അപ്പൊ 5i പ്ലസ് ജെയും പ്ലസും മൈനസും, അപ്പൊ -2j എന്ന് കിട്ടും. -k മൈനസും പ്ലസും മൈനസും, അപ്പൊ -5k. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? √5² -2² -5² ചെയ്യുമ്പോൾ എന്താ കിട്ടുക? √54. അപ്പൊ നോക്കൂ, രണ്ടെണ്ണത്തിലും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ എന്താണ്? ഇവിടെ നോക്കി നോക്കൂ, നിങ്ങൾ കണ്ടോ? കറക്റ്റ് ആയിട്ട് -5i ഉള്ളത് ഇവിടെ എന്തായി? +5i. +2j ഉള്ളത് എന്തായി? -2j. +5k ഉള്ളത് എന്തായി? -5k. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഇത്രയാണ് ഈ ക്ലാസ്സിൽ